ഹെഡ്ഫോൺ പോലെ തലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് മാഗ്നറ്റിക് ഡിവൈസിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടുകൂടെ പഠിക്കാനുള്ള പഠന വിഷയങ്ങൾ മുഴുവനായി മനുഷ്യന്റെ തലച്ചോറിലേക്ക് ഡയറക്റ്റായി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റോർ ചെയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സംവിധാനങ്ങൾ ഉടനെ വരാൻ പോകുകയാണ്. കമ്പ്യൂട്ടറിൽ നിന്നും തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്ന് ഇനി മനുഷ്യൻ നിർമ്മിച്ച് പുറത്തെടുക്കുവാൻ പോകുന്ന കൃത്രിമ മനുഷ്യ തലമുറയിലേക്കും എന്ന രീതിയിലായിരിക്കും ഇതിന്റെ സംവിധാനങ്ങൾ. ലോകത്തെ ആദ്യ ന്യൂറാലിങ്ക് ഇംപ്ലാന്റ് വിജയകരമായി പൂർത്തിയാക്കിയത് ഇലോൺ മസ്ക് തലച്ചോറിൽ നേരിട്ട് ഇലക്ട്രോണിക് ചിപ്പ് ഘടിപ്പിക്കുന്ന പദ്ധതിയാണ് ന്യൂറാലിങ്ക്. ചിപ്പ് സ്വീകരിച്ച ആദ്യ വ്യക്തി ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിലാണ്. മനുഷ്യന്റെ തലച്ചോറിൽ ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചു. ആദ്യ ഫലങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും രോഗി സുഖം പ്രാപിച്ചു വരുന്നെന്നും മസ്ക് അറിയിച്ചു. പരീക്ഷണം വിജയിച്ചാൽ മെഡിക്കൽ രംഗത്ത് ബ്രെയിൻ ചിപ്പുകൾ വിപ്ലവം സൃഷ്ടിക്കും. ശാലിനി, പരീക്ഷണം നടത്തിയത് ആരിലാണ് എന്നത് ഇപ്പോൾ രഹസ്യമാണ്. അയാളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല. ശസ്ത്രക്രിയ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ അയാൾ വിശ്രമത്തിലാണ്. It has successfully implanted a chip into the brain of a human being. Build a brain-computer interface that should enable... Elon Musk's brain science company has implanted a device into a human for the first time. The unidentified person received a brain chip implant Sunday, and Musk says they are, quote, recovering well.